ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് SQL എന്നും അതിൻ്റെ യൂസേജും അതിൻ്റെ അപ്ലിക്കേഷനും അതിൻ്റെ ബേസിക്സും. SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ വലിയ ഡാറ്റാസ്, ലാർജ് സെറ്റ് ഓഫ് ഡാറ്റാസ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് SQLൻ്റെ യൂസേജ് അവിടെ വരാറുണ്ട്. അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളതും അതിൻ്റെ അപ്ലിക്കേഷനും അതിൻ്റെ ബേസിക്സും നമുക്ക് ബേസ് മുതൽ പഠിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ, ഈ വീഡിയോ കൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് തുടങ്ങാം. വൈ SQL മാറ്റേഴ്സ്? എന്തുകൊണ്ട് SQL നമുക്ക് ഇത്രയും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് 1986 ANSI സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സൽ ഡാറ്റാബേസ് ലാംഗ്വേജ് നമ്മളുടെ കമ്പ്യൂട്ടർ രംഗത്തേക്ക് വന്നത്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വറികൾ ഉപയോഗിച്ച് നമുക്ക് ലാർജ് സെറ്റ് ഓഫ് ഡാറ്റാസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് SQLൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ എക്സലിലാണ് നമ്മൾ എല്ലാവരും ബേസിക്സിൽ നമ്മളെല്ലാവർക്കും എക്സൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മളെല്ലാം ഡാറ്റാബേസിന് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. ചെറിയ ക്ലാസ് മുതൽ എക്സൽ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനമായിട്ടും പവർ പോയിന്റ്, ഇപ്പം ഞാൻ തുറന്നിരിക്കുന്ന ഈ പവർ പോയിന്റും നമ്മളെല്ലാവരും നമ്മളെ കോളേജുകളിലും ക്ലാസ്സുകളിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പം പവർ പോയിന്റ്, എക്സൽ, വേർഡ് ഈ മൂന്നും ബേസിക്സ് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സ്കൂളുകളിലും ബേസിക്സ് പഠിക്കുന്നുണ്ട്. പക്ഷേ SQL നമ്മൾ അങ്ങനെ പഠിച്ച് തുടങ്ങിയിട്ടില്ല. കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുള്ള +1 +2 ക്ലാസ്സുകളിലാണ് നമ്മൾ SQL കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് SQL നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, അതൊരു യൂണിവേഴ്സൽ ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ്. അതായത് ലാർജ് സെറ്റ് ഓഫ് ഡാറ്റാസിനെ നമുക്ക് ക്വറി ഉപയോഗിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. 90% മാർക്കറ്റ് അഡോപ്ഷൻ ഉണ്ട്. അതായത് നമ്മളെല്ലാ ഓൾ മേജർ ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസിനെയും നമുക്കിതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കരിയർ സ്കില്ലായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡാറ്റ ഏതൊരു രംഗത്തും നമുക്കിപ്പോൾ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രംഗത്തൊക്കെ ഇത്രയും വലിയ ഡാറ്റാസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമുക്കത് വേണ്ട സമയത്ത് അതിലേക്ക് ഒരു ആക്സസ് കിട്ടാനും ഈ SQL കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്, വാട്ട് ഈസ് SQL, നമുക്ക് എന്താണ് SQL എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വറി ഉപയോഗിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് SQL. അതുകൊണ്ട് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് SQLൻ്റെ ഫുൾ ഫോം. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ സ്റ്റോറിങ്, ക്വറിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ റിലേഷണൽ ഡാറ്റാബേസ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്താണ് റിലേഷണൽ ഡാറ്റാബേസ്? നമ്മൾ ഡാറ്റാബേസിൻ്റെ ടൈപ്പുകളിലേക്ക് കിടക്കുമ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ടാവും, അതേപോലെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഡാറ്റാബേസുകൾ ഉണ്ടാവും. നമുക്ക് എന്താണ് റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെലിഫോണിക് ഡയറക്ടറി, അതിൽ നമ്മളുടെ ഇതുണ്ടാവും. നമ്മളെല്ലാ BSNLൻ്റെ ടെലിഫോണുള്ള വീടുകളിലൊക്കെ പണ്ട് ഒരു ഡയറക്ടറി ഉണ്ടാവും. അതിൽ നമ്മളെ സ്റ്റേറ്റ് ഉണ്ടാവും, ആ സ്റ്റേറ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. ആ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ STD കോഡ് തിരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലാൻഡ് ഫോൺ നമ്പർ കിട്ടും. ആ ഡാറ്റാബേസിൽ നമ്മളെ ലാൻഡ് ഫോൺ നമ്പർ, നമ്മളെ STD കോഡ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് അത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡയൽ ചെയ്താൽ നമ്മളതിലേക്ക് കോള് കിട്ടും. അതൊരു ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നമ്പറാണ്. അതിനെയാണ് നമ്മൾ റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറയുക. അതേപോലെ ഒരു സ്കൂളിലെ ഒരു കുട്ടികളുടെ മാർക്ക്, അതിൻ്റെ നമ്മളെ രജിസ്റ്റർ നമ്പറും മാർക്കും മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഒരു ടേബിളിൽ. ആ രജിസ്റ്റർ നമ്പറുള്ള കുട്ടി ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വേറൊരു ടേബിളിൽ രജിസ്റ്റർ നമ്പറും പേരും വെച്ചിട്ട് വേറൊരു ടേബിൾ ഉണ്ടാവും. അപ്പോൾ ഈ ടേബിളും ആ ടേബിളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും.
32 എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റർ നമ്പറിലെ കുട്ടി 50 മാർക്കാണെങ്കിൽ 32 എന്നുള്ള രജിസ്റ്റർ നമ്പർ വേറെ ടേബിളിൽ ആ കുട്ടിയുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 32 എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിക്ക് 50 മാർക്കാണെന്നുള്ളത്. അതാണ് റിലേഷൻ ഡാറ്റാബേസ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കൂടുതൽ കിടക്കാം. ആദ്യം എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് SQL, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ടേബിൾ ബേസ്ഡ് സ്ട്രക്ചർ ആണ്. റിലേഷൻഷിപ്പ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം റിലേഷണൽ ഡാറ്റാബേസ് നമുക്ക് ഡാറ്റയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന റോസും കോളംസും ആയിട്ടുള്ള ടേബിളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ടേബിളിൽ നമ്മളൊരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ കാണുകയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഒരു ടേബിളിലാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പഠിക്കുമ്പോഴും ഒരു ടേബിളിലാണ് നമ്മളത് കാണുന്നത് എങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ കുട്ടികളൊക്കെ ഇപ്പോൾ ടേബിളൈസ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്, കാണാറുണ്ട്. ChatGPT ഇട്ടിട്ടും. അപ്പോൾ ഒരു ടേബിൾ രീതിയിൽ ഒരു റോയും കോളവും ഒക്കെ ഉണ്ടെങ്കിൽ ടേബിൾ രീതിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇതൊരു യൂണിവേഴ്സൽ ടൂളാണ്. ഇത് നമ്മൾ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യും, ഡാറ്റ അനലിസ്റ്റുകൾ യൂസ് ചെയ്യും, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻസ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ ബിസിനസ് ഇന്റലിജൻസ് പ്രൊഫഷണൽസും ഇത് യൂസ് ചെയ്യും. ഇനി ഇതിന്റെ കാപ്പബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്വറി ഡാറ്റ, പിന്നെ മോഡിഫൈ റെക്കോർഡ്സ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി കൺട്രോൾ. നമ്മൾ കുറി നേരത്തെ പറഞ്ഞില്ലേ, കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫ് കമന്റിനെ നമ്മൾ കുറി എന്ന് പറയുന്നത്. കുറി വെച്ചിട്ടാണ് നമ്മൾ ഇതിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ കുറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഇൻഫോർമേഷൻസ് ആയിട്ട് ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ റെക്കോർഡുകളെ നമുക്ക് പുതിയ റെക്കോർഡുകളിനെ ആഡ് ചെയ്യാനും ഉള്ളതിനെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടാത്ത ഇൻഫോർമേഷനെ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് ഇതിനെ കൊണ്ട് സാധിക്കും. പിന്നെ ഡാറ്റാബേസ് ലാർജ് സെറ്റ് ഓഫ് ഡാറ്റാസ് ആണ് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഫ്രണ്ടിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു റീചാർജ് ചെയ്യാൻ നോക്കുന്നു, നമ്മളെ ഗൂഗിൾ പേയിൽ നമ്മൾ സിം ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത് മുതൽ നമ്മളെ സിമ്മിൽ ഇന്നതാണ് നമ്മളെ സിം തന്നെയാണോ എന്ന് വരെ ഡാറ്റാബേസ് ചെക്ക് ചെയ്യും. നമ്മളൊരു വാട്സപ്പ് എടുക്കുന്നു, ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, അവരുടെ ഡാറ്റാബേസിൽ മെറ്റയുടെ വാട്സപ്പ് ഡാറ്റാബേസിൽ ഈ നമ്പറുള്ള വ്യക്തിയുടെ ഫോണിലേക്ക് ഇത് സെൻഡ് ആവുന്നു. ഡാറ്റാബേസ് നമ്മളൊരു ഇമേജ് അയക്കുന്നു, നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കണ്ടിട്ടില്ലേ, നമ്മളൊരു 15 മിനിറ്റ്, ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ, ഒരു ദിവസത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പോയി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെറ്റയുടെ ഡാറ്റാബേസിൽ ഡിലീറ്റ് ആയിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണ മുതൽ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണ മുതൽ നമുക്ക് സ്റ്റോർ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ പഠിക്കും. നമുക്ക് ഏത് രീതിയിലാണോ നമുക്കൊരു കൊറി, നമ്മൾ തന്നെ സിസ്റ്റം ഡിഫൈൻഡ് കൊറീസിനെയാണ് നമ്മൾ തന്നെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് കുറെ കൊറീസ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ കൊറീസ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊറീസിനെയാണ് സ്റ്റോർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പഠിക്കാം. അതേപോലെ തന്നെ അടുത്തൊരു കാപ്പബിലിറ്റിയാണ് സെക്യൂരിറ്റി കൺട്രോൾ. ഇതിന് നമുക്ക് കുറെ പെർമിഷൻസും ആക്സസ് കൊടുക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് കുറെ കൺട്രോളും ഒക്കെ ചെയ്യാൻ പറ്റും. എക്സലിൽ ഒരു ഡാറ്റ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും തുറക്കാം, ഡിലീറ്റ് ചെയ്യാം. പക്ഷേ SQLന് അങ്ങനെ സാധിക്കില്ല. അതിന് അത്രയും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്, ടൂളാണ് SQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് റിലേഷൻ ഡാറ്റാബേസ്? നേരത്തെ ഞാൻ പറഞ്ഞു റിലേഷൻ ഡാറ്റാബേസ് നമുക്ക് കൂടുതൽ പറയാമെന്ന് പറഞ്ഞു. എന്താണ് റിലേഷൻ ഡാറ്റാബേസ്? അതിലൊരു ടേബിൾ ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു നോർമലൈസേഷൻ ഉണ്ടാവും. ടേബിൾ എന്ന് പറഞ്ഞാൽ റോയും കോളവും അടങ്ങിയിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ ഡാറ്റ അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ടേബിൾ എന്ന് പറയും. അതിനെ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കും, കോളത്തിനെ ഫീൽഡ് എന്ന് വിളിക്കും, റോനെ റെക്കോർഡ് എന്നും വിളിക്കും. അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഈ പ്രൈമറി സെക്കൻഡറി കീ, ഇങ്ങനെ 2 കീസ് ഉണ്ട്. ഫോറിൻ കീ എന്നും പറയും സെക്കൻഡറി കീനെ. പ്രൈമറി ആൻഡ് ഫോറിൻ കീസ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു നോർമലൈസേഷൻ ഉണ്ടാവും. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് ഡാറ്റ സ്ട്രക്ചർ എലിമിനേറ്റ്സ് റിഡൻഡൻസി. അതായത് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് റിഡൻഡൻസി പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി പോപ്പുലർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏതൊക്കെയാണ്? MySQL ഉണ്ട്, മൈക്രോസോഫ്റ്റ് SQL സെർവർ ഉണ്ട്,
പോസ്റ്റ്ഗ്രേ SQL ഉണ്ട്, ഒറാക്കിൾ ഡാറ്റാബേസ് ഉണ്ട്. ഇതിൽ നമ്മൾ MS SQL സെർവറാണ് നമ്മൾ ഈ നമ്മളെ കോഴ്സിൽ നമ്മൾ പറയുന്നത്. ബാക്കി എല്ലാതും ഒരേപോലെയാണ്, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് SQL സെർവർ എന്താണെന്നുള്ളതാണ് കൂടുതൽ നമ്മളെല്ലാ എൻ്റർപ്രൈസേഴ്സും അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇനി കോർ SQL കമൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. SQLിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വറി അല്ലെങ്കിൽ കമൻറ്റുകളുടെ അനുസരിച്ചിട്ടാണ് SQL വർക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കോർ ആയിട്ടുള്ള SQL കമൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സെലക്ട് കോളം, ഒരു സെലക്ട് ആൻഡ് ഫ്രം, നമ്മളൊരു ഇതാണ് എല്ലാ ഡാറ്റ റിട്രീവലിൻ്റെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് കോളം 1, കോളം 2 ഫ്രം ദ ടേബിൾ. ഈ കമൻറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഈ ക്വറി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോളം 1ഉം കോളം 2ഉം ടേബിൾ നെയിം എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് കോളം 1ഉം കോളം 2ഉം വരും. ഇനി നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടൊരു ഡാറ്റാബേസിൽ നിന്ന് നമുക്കൊരു ടേബിളിനെ എടുക്കാം. അതിൽ സെലക്ട് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള 2 കുറികളാണ് നമ്മൾ യൂസ് ചെയ്യുക. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ റോയും കോളംസും അടങ്ങിയിട്ടുള്ള ആ ടേബിൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ ത്രൂ നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ, റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അപ്ലിക്കേഷൻ തുറന്ന് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. എല്ലാം ഒരു ബേസിക് എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി വേർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ വേർ സിറ്റീസ് മിയാമി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിയാമി എന്ന സിറ്റിയിലെ കണ്ടീഷൻ കസ്റ്റമേഴ്സിനെ മാത്രം നോക്കിയിട്ട്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൽ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് കിട്ടും. ഇതടിച്ചു കഴിഞ്ഞാൽ വേർ സിറ്റി ഈസ് മിയാമി, സിറ്റി മിയാമി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രം നമുക്ക് കിട്ടും. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ വേർ ഏജ് ഗ്രേറ്റർ ദാൻ 25 ആൻഡ് സിറ്റീസ് മിയാമി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ. ഏജ് 25-ന് താഴെയുള്ള മിയാമി സിറ്റിയിലുള്ള ആളുകളെ നമുക്ക് കിട്ടും. ഇനി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ടെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ വാല്യൂസ്, വേർ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100ഉം 100ന്റെ മേലെയുള്ള ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് എന്നുള്ള ബേസിക്സിൽ പറയുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് ബൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും പ്രൈസ്, ആ കസ്റ്റമേഴ്സിൻ്റെ പ്രൈസ്, അവർ ബൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൈസ്, ആ രീതിയിലായിരിക്കും അത് വരിക. അത് കൂടുതൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഡാറ്റ മോഡിഫിക്കേഷൻ കമൻറ്റ്സ്, ക്രിയേറ്റ് ടേബിൾ, ഡിഫൈൻ ന്യൂ ടേബിൾ വിത്ത് കോളംസ് ആൻഡ് ഡാറ്റ ടൈപ്പ്, ക്രിയേറ്റ് ടേബിൾ, പ്രൊഡക്റ്റ് ഐ ഡി ഇൻറ്റീജർ, പ്രൈമറി കീ, നെയിം, ഇതൊക്കെ നമുക്ക് ഡാറ്റ ടൈപ്പുകളാണ്. ഇത് ഇൻറ്റീജർ എന്നുള്ള ഡാറ്റ ടൈപ്പാണ്. നമ്മൾ ഡാറ്റ ടൈപ്പുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇതിൽ കുറേ ഡാറ്റ ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിത് കൂടുതൽ വരിക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ഡാറ്റ നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യണം എന്നുള്ളതും കൂടി ഉണ്ട്. അതിനാണ് നമ്മൾ ഇൻടു എന്നുള്ളത് യൂസ് ചെയ്യുക. ആഡ് ന്യൂ റെക്കോർഡ് ഇൻ ടു എക്സിസ്റ്റിംഗ് ടേബിൾ, ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ്, നെയിം, ഏജ്, വാല്യൂ, ജോൺ 30 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ആയിട്ടുള്ള ടേബിളിലേക്ക് ഈ ജോൺ 30 എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമർ ആഡ് ആവും. പിന്നെ അത് ആഡ് ആയതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് ഏജ് ഈക്വൽ ടു 31 വേർ നെയിം ഈക്വൽ ടു ജോൺ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള നെയിം ജോൺ ആയിട്ടുള്ള ആളുടെ ഏജ് 31 അപ്ഡേറ്റ് ആവും. അതിനാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുക. നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ 18. ഇതൊക്കെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസൂടെ പഠിക്കാം. ഞാനൊരു ബേസിക് എന്ന രീതിയിൽ മാത്രം പറയുന്നതാണ്. ഇനി റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ SQLിൻ്റെ ചെക്ക് ചെയ്യുന്നത്. വെബ് ഡെവലപ്മെൻറ്റ്, powers dynamic website like server sites language like PHP, Java and ASP. വെബ് ഡെവലപ്മെൻറ്റിന് നമുക്ക് യൂസ് ചെയ്യേണ്ട ബിസിനസ് ഇൻ്റലിജൻസിന്, അത് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്, BI, പവർ BI പോലത്തെ ടൂളുകളിലേക്ക്
നമുക്ക് ഇതിന്ന് ഡാറ്റാബേസ് കൊടുക്കാൻ പറ്റും. മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാനേജ് യൂസർ ഡാറ്റ ആൻഡ് കോണ്ടസ്റ്റ് ഇൻ കണ്ടന്റ് ഇൻ മൊബൈൽ ആപ്ലിക്കേഷൻ ബാക്ക്എൻഡ്സ്, എന്റർപ്രൈസ് സിസ്റ്റം, ERP, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അതർ ബിസിനസ് ആപ്ലിക്കേഷൻസിന് ഇത് യൂസ് ചെയ്യും. അപ്പം ഇതിൽ ആദ്യം എങ്ങനെയാണ് ഒരു SQL നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം ആപ്ലിക്കേഷൻ ഒരു ഡാറ്റാബേസിലേക്ക് കണക്റ്റ് ആവുന്നു. ആ ഡാറ്റാബേസ് നമ്മൾ ക്വറി വെച്ചിട്ട് നമ്മൾ SQL സെഗ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് വെച്ച് ഒരു പ്രോസസ്സ് നടക്കുന്നു, ഡാറ്റാബേസ് പ്രോസസ്സിങ് റിക്വസ്റ്റ് നടക്കുന്നു. ആ റിക്വസ്റ്റ് പ്രകാരം ഒരു റിസൾട്ട് റിട്ടേൺ ആയിട്ട് ആപ്ലിക്കേഷൻ കൂടെ കിട്ടുന്നു. അത് ഡാറ്റ കസ്റ്റമേഴ്സിന്റെ യൂസറിന്റെ ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. ഡാറ്റ പ്രസന്റഡ് ടു യൂസേഴ്സ്, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. പ്രാക്ടിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ SQL ഉണ്ട്, ഓൺലൈനായിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് SQL. അതേപോലെ തന്നെ മറ്റേ നേരത്തെ പറഞ്ഞ MS SQL സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. അതാണ് നമ്മളെ ഈ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാസ്റ്റർ ആയിട്ടുള്ള ബേസിക്സ് ആയിട്ട് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ക്രിയേറ്റ്, ഈ കമൻറ്റുകളാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഒരു ബേസിക് എന്ന രീതിയിൽ. പിന്നെ അഡ്വാൻസ് എന്ന ടോപ്പിക്സിൽ വരുന്നതാണ് ജോയിൻ്റ് ഉണ്ട്, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉണ്ട്, സ്റ്റോർ പ്രൊസീജിയർ ഉണ്ട്. ഇതൊക്കെ ടോപ്പായിട്ട് ഉള്ള നമ്മളുടെ ടോപ്പിക്സ് ആണ്. നമുക്ക് അതിലേക്ക് കൂടുതൽ വരാം. എന്താണ് ജോയിൻ എന്നും, എന്താണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്നും, എന്താണ് സ്റ്റോർ പ്രൊസീജിയർ എന്നുള്ളതൊക്കെ നമ്മൾ ഭാവിയിൽ പഠിക്കും. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് ആണ്. നമ്മൾ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് KW3 സ്കൂൾ SQL ട്യൂട്ടോറിയൽ ഉണ്ട്, ഡാറ്റാബേസ് ടൂൾസ് ഉണ്ട്, ഓൺലൈൻ, അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറയും. $75K പ്ലസ് ആവറേജ് SQL സാലറിയാണ്. ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 610 LPA വരെയൊക്കെ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ മേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ ഈ SQL സ്കിൽ വെച്ചിട്ട്. പിന്നെ ഹൈ ജോബ് ഡിമാൻഡ് ആണ് SQL എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, അത്രയും സെറ്റ് ഓഫ് ഡാറ്റാസ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്, നമ്മളിൽ കൂടെ ത്രൂ പോകുന്നത് കൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ കരിയർ പാത്ത്, ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം, ഡാറ്റാബേസ് മാനേജ്മെന്റ് ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അങ്ങനെ. അപ്പോൾ നമുക്ക് എന്താണ് ഡാറ്റാബേസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഡാറ്റാബേസിൻ്റെ മാനേജ്മെൻറ്റ്, മൈക്രോസോഫ്റ്റ് SQL സർവേഴ്സ് മാനേജ്മെൻറ്റ് സ്റ്റുഡിയോ എന്നൊക്കെയുള്ള സോഫ്റ്റ്വെയർ ആണ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ഫയലിൽ ന്യൂ കൊടുത്ത് ഒരു ഫയൽ എടുത്താൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാം. ഇതിൽ നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ വേണമെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയലാണ്. എന്തെങ്കിലുമൊക്കെ ഇതോടെ കിടന്നോട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിലൊക്കെ വേണം എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾക്കൊരു ക്വറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂ ടെക് ക്വറിയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്വറി ക്ലിക്ക് ചെയ്താൽ ഒരു ക്വറി SQL എന്ന് പറഞ്ഞുള്ള ക്വറി വന്നു. ഇത് വെറും ടെക്സ്റ്റ് ഫയലാണ്, അതാണ് TXT എന്ന് പറഞ്ഞിട്ടുള്ള ഫയലായിട്ട് വന്നത്. ഇനി നമ്മൾ ഒരു ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.